കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പത്തോളജി വിഭാഗത്തിലെ പരിശോധനയ്ക്ക് ഫീസ് ഏർപ്പെടുത്തിയതിൽ പ്രതിഷേധം ശക്തം. ഫീസ് ഏർപ്പെടുത്തിയത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മെഡിക്കൽ കോളേജിൽ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. ചേതൻ സാജൻ ചേരുന്നു. ചേതൻ, സാധാരണ മനുഷ്യർക്ക് വലിയ തിരിച്ചടിയാകുന്ന തീരുമാനമാണ് ഫീസ് വർധനവ്. ഡിവൈഎഫ്ഐ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നു. വിശദാംശം. ഷമി, നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ടിന്റെ ഓഫീസാണ്. അവിടുത്തെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ഇവിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തമ്പടിച്ചിട്ടുണ്ട്. പോലീസും ഇവിടെ എത്തിയിട്ടുണ്ട്. മുദ്രാവാക്യങ്ങൾ മുഴക്കുകയാണ്. വലിയൊരു പ്രതിഷേധ കടലാണ് ഡിവൈഎഫ്ഐ ഇവിടെ തീർക്കുന്നത്. ഇതിന് കാരണം കഴിഞ്ഞ LDF സർക്കാരിൽ ഒരു പരിശോധനയ്ക്ക് പോലും ഫീസ് ഈടാക്കിയിരുന്നില്ല. വളരെ സൗജന്യമായിട്ടാണ് ഇവിടെ ഉണ്ടായിരുന്നത്. എല്ലാ പരിശോധന ഫലവും തികച്ചും സൗജന്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതല്ല സ്ഥിതി. VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പാത്തോളജി ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ പരിശോധനയ്ക്കും ഫീസ് കുത്തനെ ഉയർത്തിയിരിക്കുകയാണ്. സാധാരണ പോലെ 10-20 രൂപയല്ല ഇവിടെ വെക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടാൻ പറ്റുന്നതല്ലെങ്കിൽ കളക്ടറേറ്റ് ചർച്ച ചെയ്യും. ജില്ലാ കളക്ടറേറ്റും ഗവൺമെന്റായിട്ടും ചർച്ച ചെയ്യണം. പ്രിൻസിപ്പാളെ ഞാൻ ഇപ്പോൾ ഫോണിൽ ബന്ധപ്പെട്ടു. പ്രിൻസിപ്പാൾ തിരുവനന്തപുരത്താണ്. പ്രിൻസിപ്പാൾ ഒരു നിഷേധ സമീപനം എടുക്കരുത്. ഉത്തരവാദിത്തപ്പെട്ട ആളെ വിടണം. ഇവർ കുറേ നേരമായി DYFI ജില്ലാ സെക്രട്ടറി പ്രസിഡന്റൊക്കെ നേതൃത്വ സമരം. അപ്പോൾ ആളെ വിടണമെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥനെ വിട്ടിരിക്കുന്നത്. ചർച്ച ചെയ്യട്ടെ. ചർച്ചയിലൂടെ എന്താണെന്ന് നോക്കാം. എന്തായാലും DYFI വളരെ ശക്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇത് അനുവദിക്കില്ല എന്നുള്ള നിലപാടാണ് DYFI സ്വീകരിക്കുന്നത്. ബാക്കി ചർച്ചയിലൂടെ നോക്കാം. ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാം. മുഹമ്മദ് റിയാസാണ് ഇവിടെ സ്ഥലത്തെത്തിയിരിക്കുന്നത്. മുഹമ്മദ് റിയാസാണ് MLA ആണ്. അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പാത്തോളജി വിഭാഗത്തിലെ പരിശോധനയ്ക്ക് വലിയ തോതിൽ ഫീസ് ഏർപ്പെടുത്തി. LDF സർക്കാരിൻ്റെ കാലത്ത് തീർത്തും സൗജന്യമായി നൽകിയിരുന്ന സേവനങ്ങളാണിപ്പോൾ പണം ഈടാക്കി നൽകാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. UDF സർക്കാരിൻ്റെ തീരുമാനത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയരുകയാണ്. സാധാരണപ്പെട്ട മനുഷ്യരുടെ ആശ്രയ കേന്ദ്രമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ഏതാണ്ട് 800 രൂപ വരെയുള്ള വർധനവാണ് അവിടെ വരുത്തിയിരിക്കുന്നത്. ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് DYFI പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വലിയ സമര പ്രതിഷേധങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ നടക്കുന്നു. മുഹമ്മദ് റിയാസ് MLA അടക്കമുള്ളവർ അവിടേക്ക് എത്തിയിരിക്കുന്നു. സാധാരണപ്പെട്ട മനുഷ്യനിൽ നിന്ന് പണം പിടിച്ചു വാങ്ങുന്ന യാതൊരു ചർച്ചയുമില്ലാതെ ഏകപക്ഷീയമായി തീരുമാനങ്ങളിലേക്ക് എത്തുന്നു. ചേതൻ സാജൻ ചേരുന്നു. ചേതൻ, വിശദാംശങ്ങൾ. ഇപ്പോൾ നമ്മൾ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത് മുഹമ്മദ് റിയാസ് MLA ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം ബന്ധപ്പെട്ട സൂപ്രണ്ടുമായി ചർച്ച നടത്തുകയാണ്. സൂപ്രണ്ട് കോൺഫറൻസ് റൂമിൽ കയറിയിട്ടുണ്ട്. ഏതാനും ചില മാധ്യമപ്രവർത്തകരെ മാത്രമാണ് അകത്തേക്ക് കയറ്റിയത്. കതക് ഇപ്പോൾ അടച്ച നിലയിലാണ്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ഇപ്പോൾ കനക്കുകയാണ്. കാരണം ഒരു കാരണമില്ലാതെ, ഒരു മുന്നറിയിപ്പുമില്ലാതെ ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് നമുക്കറിയാം, കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്നത് മലബാറിലെ എല്ലാ ജനങ്ങൾക്കും വളരെ ഉപകാരപ്രദമായ, പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു ആശുപത്രിയാണ്. അവിടെയാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഒരു പരിശോധനയ്ക്ക് പോലും എല്ലാ പരിശോധനകളും സൗജന്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി നിരക്കുകളൊക്കെ കുത്തനെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പല പരിശോധനകളും 30 രൂപയിൽ നിന്നൊക്കെ ഒരു 300 രൂപയായും 500 രൂപയായും 800 രൂപയായും കുത്തനെ വർദ്ധിപ്പിക്കുന്ന കാഴ്ചയാണ്. ഏകദേശം 14ഓളം പരിശോധനകൾ മുമ്പ് സൗജന്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതല്ല സ്ഥിതി. ഇനി മുതൽ ഈ ഉദാഹരണം പറഞ്ഞാൽ ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാനുള്ള ബയോപ്സി പരിശോധനയ്ക്ക് 150 രൂപ ഇനി മുതൽ നൽകേണ്ടി വരും. ഒപ്പം തന്നെ ഫൈബ്രിനോജൻ പരിശോധനയ്ക്ക് 500 രൂപയും രക്തം കട്ടപ്പിടിക്കുന്നത് കണ്ടെത്താനുള്ള ലൂപ്പസ് ആന്റിഗ്ലോക്വിൻ പരിശോധനയ്ക്ക് 800 രൂപയുമാണ് പുതുതായി നിശ്ചയിച്ചത്. മുൻപ് ഇതൊക്കെ സൗജന്യമായിരുന്നു. ഇതിൽ വലയുന്നതാകട്ടെ സാധാരണക്കാരായ ജനങ്ങളാണ് ഇതിൽ വലയുന്ന എന്ന കാര്യമാണ് ഷമ്മി നമുക്ക് എടുത്തു പറയാനുള്ളത്. സൗജന്യമായിരുന്ന ഫിസ്റ്റോപാത്തോളജിയും അതുപോലെ തന്നെ സൈറ്റോളജി,
ഹെമറ്റോളജി വിഭാഗങ്ങളിലെ പതിവ് പരിശോധനകൾക്കും ഈ വലിയ പണം ഈടാക്കുന്നുണ്ട്. പ്രധാനമായും ഇതിന് ആശുപത്രി അധികൃതർ പറയുന്ന ന്യായീകരണം പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന റീജന്റുകളുടെ അടക്കം ചെലവ് വർദ്ധിച്ചതാണ് ഇത്തരത്തിൽ ഫീസ് വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയത്. മറ്റൊരു ബാലിശമായ ന്യായീകരണം ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് അത് ഈ പലരും ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് റിസൾട്ട് വാങ്ങാൻ വരുന്നില്ല എന്ന കാര്യമാണ്. എന്ന തൊടുന്യായം പറഞ്ഞാണ് ഇത്തരത്തിൽ ഭീമമായ തുക വർദ്ധിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം കളക്ടറുടെ മധ്യസ്ഥയിൽ ചേർന്ന യോഗത്തിലാണ് ഇത്തരത്തിൽ ഫീസ് വർദ്ധിപ്പിക്കുന്നത്. ഏതായാലും ഇതിനെതിരായി വലിയൊരു പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഇപ്പോൾ ഈ ചർച്ച നടക്കുകയാണ്. ശ്രീ എന്താ പറയുന്നത്? അല്ല, ഒരു തരത്തിൽ ഇത് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല. ഇത് ഇവിടെ പ്രധാനപ്പെട്ട സംഘടന DYFI, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ, ഇവിടുത്തെ ജില്ലയിലൊരു MLA ഞങ്ങളൊന്നും അറിയാതെയാണല്ലോ ഇങ്ങനത്തെ ഒരു തീരുമാനം എടുത്തത്. അവരെന്താ പറയുന്നത്? ഇത് തെറ്റായ രീതിയാണ്. സാധാരണ മനുഷ്യരെ പ്രയാസപ്പെടുത്തുന്ന ഒരു സമീപനമാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അതെ, സൗജന്യ ചികിത്സയാണ്. ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന നിലയിലേക്കാണ് ഫീസ് വർദ്ധിപ്പിച്ചത്. 8000 ഉറുപ്പ്യോളം പലതിനുണ്ട്. 800 മുതൽ 8000 രൂപ വരെ വരുന്നുണ്ട്. MLA അങ്ങോട്ട് അറിയിച്ചു? ഈ ജില്ലയിലെ MLA ഞാൻ അറിഞ്ഞിട്ടില്ല. ഈ DYFI ഇവിടെ ഈ ആശുപത്രിയുടെ വികസനത്തിനും എല്ലാത്തിനും ഇടപെടുന്നവർ അറിഞ്ഞിട്ടില്ല. പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയോ CPIM അറിഞ്ഞിട്ടില്ല. ആരും അറിഞ്ഞിട്ടില്ല. എന്നിട്ട് പോലീസിനെ വിളിക്കുന്നത്. മണിക്കൂറുകളായി ഇവര് സമരം ചെയ്യുന്നു. ഇവരോട് സമരത്തിന് ചർച്ച ചെയ്യുന്നതിന് പകരം പോലീസിന് അങ്ങനെയൊന്നും പോയി സാധാരണ മനുഷ്യരുടെ പ്രശ്നം. അതുകൊണ്ട് നിർത്തിവെക്കണം എന്നുള്ള നിലപാട് ഇപ്പോൾ അവർ അംഗീകരിച്ചിട്ടുണ്ട്. ഇത് ചർച്ച ചെയ്ത് തീരുമാനമാവാതെ ഇത് പിരിച്ചാൽ DYFIയും തടയും. DYFIക്കൊപ്പം നാട്ടിലെ ജനങ്ങളും ഉണ്ടാവും. പല രോഗികളും പുറത്തേക്ക് അത് ശക്തമായ നിലപാടെടുക്കും. ബാക്കി ഇവർ പറയും. അതെ, അതൊന്നും ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല. ഒരു തരത്തിലും. ഷമി, പ്രതിഷേധം കനക്കുകയാണ്. വലിയൊരു പ്രതിഷേധമാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് റിയാസ് ഇവിടെ എത്തിയിട്ടുണ്ട്. സ്ഥലം ജില്ലയുടെ MLA ആയ അദ്ദേഹത്തോട് പോലും ഈ തീരുമാനം മുൻകൂട്ടി അറിയിച്ചില്ല എന്ന പരാതിയാണ് അദ്ദേഹം പറയുന്നത്. ഒരു ന്യായീകരണവുമില്ല. കാരണം 0 രൂപയിൽ നിന്ന് ഒറ്റയടിക്ക് 800 രൂപയോളം പല പരിശോധനകൾക്കും ഈടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ DYFI നേതാവ് കോളേജിൽ വരുന്ന രോഗികളെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടെ സമരം ചെയ്യുന്നു. കഴിഞ്ഞ HDS യോഗമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ചരിത്രത്തിലാദ്യമായി ഇത്രയും കാലം പത്തോളജി ലാബിലെ ബയോപ്സി ഉൾപ്പെടെയുള്ള പരിശോധനകൾക്ക് 1 രൂപ പോലും മേടിക്കുന്നില്ലായിരുന്നു. കേരളത്തിനകത്ത് UDF ഗവൺമെൻറ് ഇവിടെ വന്നതിന് ശേഷം ഈ മെഡിക്കൽ കോളേജ് അധികാരികൾ HDS യോഗത്തിൽ ഇപ്പോൾ പെട്ടെന്നൊരു തീരുമാനം, ഒരു സുപ്രഭാതത്തിൽ ഈ പത്തോളജിയിലെ ലാബുകളുടെ പരിശോധനയ്ക്ക് പണം പിരിക്കും. ഇത് ആരോടെങ്കിലും ആലോചിച്ചിട്ടാണ് ഇവിടെ തീരുമാനമെടുക്കുന്നത്? ഈ കേരളത്തിനകത്ത് കോഴിക്കോട് ജില്ലയ്ക്കകത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിക്കകത്ത് പല സമയങ്ങളിൽ പല വിഷയങ്ങളുണ്ടാകുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ വിളിക്കും, യുവജന സംഘടനാ പ്രതിനിധികളെ വിളിക്കും, ഇവിടുത്തെ MLA വിളിക്കും. എന്നാൽ ആരെയും വിളിക്കാതെ ഒരു തിട്ടൂരമായി കഴിഞ്ഞ HDS യോഗം ഇവിടെ ഉത്തരവിട്ടിരിക്കുകയാണ്. DYFI ഇന്നിവിടെ സമരം ആരംഭിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 മണിക്കൂറിലേറെയായി. ഇവിടുത്തെ അധികാരികൾ ഇവിടെ ഇപ്പോൾ വന്നില്ല. എന്നാൽ സമരം ശക്തിപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ പ്രിൻസിപ്പളും സൂപ്രണ്ടും പറഞ്ഞയച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ലേ സെക്രട്ടറി ഇവിടെ DYFIക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഈ HDS യോഗം നടത്തിയ ഈ തീരുമാനം മരവിപ്പിച്ചിരിക്കുന്നു എന്നാണ്. ഒരു ചർച്ചയുമില്ലാതെ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഘട്ടത്തിൽ ഈ തീരുമാനത്തിൽ നിന്നും വ്യതിചലിച്ചു പോയാൽ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇതുവരെ കാണാത്ത നിലയിലുള്ള ഐതിഹാസികമായ പ്രക്ഷോഭത്തിന് DYFI നേതൃത്വം കൊടുക്കും. ഈ സമരവുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങൾ DYFIയുടെ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റും നമ്മുടെ MLAയുമായ സഖാവ് PA മുഹമ്മദ് റിയാസ് പറയും. പ്രിയപ്പെട്ടവരെ, ഇവിടെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ പ്രയാസത്തിലേക്ക് തള്ളിവിടുന്ന നീക്കമാണ് കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ചെയ്തിട്ടുള്ളത്. സർക്കാർ ആശുപത്രികളൊക്കെ അടച്ചുപൂട്ടി പകരം സ്വകാര്യ ആശുപത്രികൾ കൊഴുത്തു തടിച്ച് വളരുക എന്നുള്ളത് UDFിൻ്റെ നയമായിരിക്കും. എന്നാൽ ആ നയം നടപ്പിലാക്കാനുള്ള ആഗ്രഹം അങ്ങ് പോക്കറ്റിൽ വെച്ചാൽ മതി എന്നുള്ളത് വളരെ വിനയത്തോടു കൂടി ഇവിടെ DYFI എന്ന യുവജന സംഘടന പഠിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യമുള്ളൂ, മണിക്കൂറുകളായി ഇവർ സമരം ചെയ്യുന്നു. ഈ ചർച്ച വളരെ നേരത്തെ നടത്തിക്കൂടെ? ചർച്ച നേരത്തെ നടത്തുന്നതിന് പകരം പോലീസിനെയും പട്ടാളത്തെയൊക്കെ വിളിക്കുക. പോലീസും പട്ടാളമൊക്കെ വന്നാൽ വരണ്ടു പോകുന്ന സംഘടനയാണോ DYFI? അതെങ്കിലും ഇവർ മനസ്സിലാക്കേണ്ടത്.
ഇവിടെ ഇത്തരം തീരുമാനം കൈക്കൊണ്ടത് HDSലാണ്. അതിൽ UDFൻ്റെ MLA മാരുണ്ട്. UDFൻ്റെ MLA-മാർ ആണ് ഈ തീരുമാനം കൈക്കൊണ്ടത്. ജില്ലാ കലക്ടറുണ്ട്, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട്. ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ചർച്ച ചെയ്യണ്ടേ? CPIM എന്ന രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഉണ്ട്, ചർച്ച ചെയ്തോ? DYFI എന്ന പ്രബല യുവജന സംഘടനയുണ്ട്. ഈ ആശുപത്രിയുടെ വികസനത്തിന് വേണ്ടി എന്തൊക്കെ നിലയിൽ ഇടപെട്ട സംഘടനയാണ്, ചർച്ച ചെയ്തോ? അപ്പം അതുകൊണ്ട് ഇങ്ങനെ തീരുമാനം ഇരുട്ടത്തെടുക്കുക എന്നുള്ള ലക്ഷ്യം വെച്ച്, എപ്പോഴും ഇരുട്ടാണല്ലോ പവർ കട്ട് കേരളത്തിലുള്ളതുകൊണ്ട്, അതുകൊണ്ട് ഇരുട്ടത്ത് തീരുമാനം എടുക്കുക എന്നുള്ള ലക്ഷ്യം വെച്ച് പോവുകയാണെങ്കിൽ ഈ തീരുമാനത്തിന് പിന്നിലുള്ള താല്പര്യം വെളിച്ചത്ത് കൊണ്ടുവരുന്ന പ്രസ്ഥാനം DYFI ആണെങ്കിൽ ആ DYFIക്കൊപ്പം ഈ നാട്ടിലെ ജനങ്ങളുണ്ടാകും. ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്തതിൻ്റെ ഭാഗമായി ഇത് പിരിക്കില്ല എന്നുള്ളതാണ് പറഞ്ഞത്. ബാക്കി കലക്ടറുമായി ചർച്ച ചെയ്യും. കലക്ടറും ഉത്തരവാദിത്തപ്പെട്ട പ്രിൻസിപ്പാളുമായി ചർച്ച ചെയ്തുകൊണ്ട് ഈ വിഷയം കൃത്യമായി പരിഹാരം കണ്ട് മുന്നോട്ട് പോകുക. അതുവരെ ഈ പണം പിരിച്ചാൽ DYFI തടയും എന്നുള്ളത് തന്നെയാണ് DYFIയുടെ നിലപാട്. ജില്ലാ സെക്രട്ടറി പ്രസിഡന്റ് പറഞ്ഞത്. അതുകൊണ്ട് ഇത് നല്ല നിലയിൽ ചർച്ച ചെയ്ത് പോകണം എന്നുള്ളത് മാത്രമേ ഇവിടെ ചൂണ്ടിക്കാട്ടാനുള്ളൂ. ഈ ജില്ലയിലൊരു MLA ആണ് ഞാൻ. ഇത്തരം തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ ജനപ്രതിനിധികളെ അറിയിക്കണം. ജില്ലയിലെ MLA എന്നുള്ളത് ഞങ്ങളൊന്നും അറിയാതെ എങ്ങനെയാണ് തീരുമാനം എടുക്കുക? അപ്പം അതുകൊണ്ട് മേലിൽ ഇത്തരം നിലപാട് ആവർത്തിക്കരുത്. സർക്കാർ ആശുപത്രി വിറ്റ് സ്വകാര്യ മുതലാളിമാർക്ക് സ്വകാര്യ ആശുപത്രി തുടങ്ങാനുള്ള നയം UDFനുണ്ടാവും. പക്ഷെ അത് നടപ്പിലാക്കുക എളുപ്പമായിരിക്കില്ല എന്നുള്ളത് ബന്ധപ്പെട്ടവർ മനസ്സിലാക്കണം. ഇനി പോലീസല്ല, പട്ടാളല്ല, അതിലും വലുത് വന്നാലും പ്രക്ഷോഭം നടത്തിയ പാരമ്പര്യമുള്ള യുവജന സംഘടനയാണ് DYFI, ഈ നാട്ടിലെ ജനങ്ങൾ. അതുകൊണ്ട് മേലിതിനെ ആവർത്തിക്കരുത്. ഇപ്പോൾ ഇത് ചർച്ച ചെയ്ത് പരിഹരിച്ചു. നാളെ ഇങ്ങനെ ഒരു അവസരം സൃഷ്ടിക്കാതിരിക്കാൻ അധികാരികൾ ശ്രദ്ധിക്കണം. ഓക്കെ, പോവാ. നിങ്ങൾ പ്രകടനം ഇരുപിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അന്യായമായ ഫീസ് വർധനവിനെതിരെ വലിയ പ്രതിഷേധമാണ് DYFI ഉയർത്തിക്കൊണ്ടുവന്നത്. ആ തീരുമാനത്തിൻ്റെ പ്രതിഷേധത്തിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ തോതിൽ DYFIയുടെ പ്രവർത്തകർ ആശുപത്രിയിലേക്ക് എത്തി. പിന്നീട് അവിടുത്തെ ആശുപത്രി അധികൃതരുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഫീസ് വർധനവ് മരവിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് 800 രൂപ വരെ ഫീസ് കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ആ തീരുമാനം DYFIയുടെ ഇടപെടൽ മൂലം മരവിപ്പിച്ചിരിക്കുന്നു.